ഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അയ്യുഹന്നാസ് ഊസീകും വനഫ്സി അവ്വലൻ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചൂടേറിയ കാലാവസ്ഥയിൽ നിന്ന് അല്പം ആശ്വാസം പകർന്ന് മഴ എന്ന അനുഗ്രഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വേനൽക്കാലം ശക്തമായ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. ദുഃഖിതയായി ഏതോ ഒരു വിഷയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ആയിഷ ബിബിയെയാണ് പ്രവാചകന് ആ സമയത്ത് കാണാൻ സാധ്യമായത്. പ്രവാചകൻ ചോദിച്ചു, ആയിഷ, ഇത്രമാത്രം ദുഃഖിക്കാൻ എന്തേ കാരണം? വേനലിൻ്റെ ചൂട് ആണോ നിന്നെ ഇത്രമാത്രം പ്രയാസപ്പെടുത്തുന്നത്? ആ സമയത്ത് ആയിഷ ബീവി പ്രവാചകനോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. പ്രവാചകരെ, ഞാൻ ആലോചിക്കുന്നത്, ഈ വേനലിൽ തന്നെ ഇത്രമാത്രം ചൂടാണെങ്കിൽ പരലോകത്തെ നരകത്തിൻ്റെ ചൂട് എത്രമാത്രമായിരിക്കുമെന്ന ആലോചനയിലാണ് ഞാനുള്ളത്. ആയിഷ ബീവി സംസാരം നിർത്തിയിട്ടില്ല. വീണ്ടും ചോദിക്കുന്നു, പ്രവാചകരെ, അന്ന് നിങ്ങൾക്ക് ഞങ്ങളെ ഓർത്തെടുക്കാൻ കഴിയുമോ? പരലോകത്ത് എത്തുന്ന സന്ദർഭത്തിൽ തിരക്കായിരിക്കുമല്ലോ. അന്ന് നിങ്ങൾക്ക് ആ തിരക്കിനിടയിൽ ഞങ്ങളെ ഓർക്കാൻ കഴിയുമ്പോൾ പ്രവാചകരെ എന്ന്. പ്രവാചകന്റെ മറുപടി, ആയിഷ, പരലോകത്ത് 3 സന്ദർഭങ്ങളുണ്ട്. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ, അത് കുടുംബ ബന്ധമാവട്ടെ, പ്രാസ്ഥാനിക ബന്ധമാവട്ടെ, രക്തബന്ധമാവട്ടെ, അയൽപ്പക്ക ബന്ധമാവട്ടെ, സാമൂഹിക ബന്ധമാവട്ടെ, ഏതൊരു ബന്ധമാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഓർക്കാൻ കഴിയാത്ത 3 സന്ദർഭങ്ങൾ പരലോകത്തുണ്ട്. ഏതാണ് പ്രവാചകരെ ആ സന്ദർഭങ്ങൾ? പ്രവാചകൻ അത് വിശദീകരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഖുതുബയുടെ സംഗ്രഹം. 1, ഇൻദൽ മീസാൻ. ഒന്നാമത്തെ സന്ദർഭം ആയിഷ, തുലാസിൽ തൂക്കുന്ന സന്ദർഭമാണ്. വ്യക്തികളെയാണ് തൂക്കുന്നത് എന്നും പ്രവർത്തനങ്ങളാണ്, രേഖകളാണ്, ഏടുകളാണ് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായിരുന്നാലും തൂക്കുക എന്ന ഒരു പ്രോസസ്സ് അന്ന് നടക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളൊക്കെ ദുനിയാവിൽ പലതും തൂക്കാറുണ്ട്. പക്ഷെ ദുനിയാവിലെ തൂക്കം ആക്യുറേറ്റ് അല്ല, കൃത്യമല്ല, കറക്റ്റ് അല്ല. ചില അപാകതകളും പാളിച്ചകളും ന്യൂനതകളും ഒക്കെ അതിൽ കാണാറുണ്ട്. കറക്റ്റ് അല്ല. മൈന്യൂട്ടായുള്ള ഒരു മാപ്പിനി, ഒരു മെഷർമെന്റ് സംവിധാനം ദുനിയാവിലില്ല. എങ്കിൽ പരലോകത്ത് നമ്മെ തൂക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വൽ വസ്നു യൗമ ഇദിൽ ഹഖ്. അന്ന് പരലോകത്ത് പ്രവർത്തനങ്ങളെയും വ്യക്തികളെയും ഏടുകളെയും ഒക്കെ തൂക്കുന്നത് ഹഖ്, യഥാർത്ഥ രൂപത്തിൽ, കറക്റ്റായി ആയിരിക്കും.
ഫഅമ്മാമൻ ثقلت موازينه ആരുടെ തുലാസാണ് കനം തൂങ്ങുന്നത് ഫഉലൈകൽ മുഫ്ലിഹൂൻ അവർ വിജയികളായിരിക്കും. ഫഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ആരുടെ തുലാസാണ് കനം കുറയുന്നത് ഫഉലൈകൽ ലദീന ഖസിറു അൻഫുസഹും അവർ നഷ്ടകാരികളായിരിക്കും. ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ അവർ പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അതിനെ കൊഞ്ഞനം കുത്തുകയുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് തീരാ നഷ്ടമായിരിക്കും അന്ന് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ തൂക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ തുലാസ് കനം കൂടുമോ കുറയുമോ, ഞാൻ വിജയപ്രദമാണോ പരാജയത്തിലേക്കാണോ എന്ന് അളക്കുന്ന തൂക്കുന്ന ആ സന്ദർഭത്തിൽ ആയിഷ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഒരു നിലക്കും ഓർത്തെടുക്കാൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ ഘട്ടം. വിശദമായി സംസാരിക്കുന്നില്ല. ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ തന്നെ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ബുദ്ധി ചിന്തയുള്ളവരായ ആളുകളായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഏതായിരുന്നാലും ആ സമയത്ത് എവിടേക്കാണോ എൻ്റെ തുലാസ് കൂടുന്നത് കുറയുന്നത്, ആ ഒരു നിർണായകമായ സമയത്ത് ആയിഷ ഒരു നിലക്കും ഓർക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ഘട്ടം പറയും. രണ്ടാമത്തെ ഘട്ടം കിതാബ് ഗ്രന്ഥങ്ങൾ കൈകളിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. സൂറത്തുൽ ഇൻഷിഖാഖിൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്. ഫഅമ്മാമൻ ഊതിയ കിതാബുഹു ബിയമീനിഹി വലതു കൈയിലാണ് രേഖ ലഭിക്കപ്പെട്ടത് എങ്കിൽ സിമ്പിളായിരിക്കും, ലളിതമായിരിക്കും അവന്റെ വിചാരണ. ചിലർക്ക് റബ്ബ് ഗ്രന്ഥം നൽകുന്നത് പിറകിലൂടെയാണ്. അള്ളാഹ്ക്ക് അവരെ മുഖത്ത് നോക്കാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല. അതുകൊണ്ട് പിറകിലൂടെ നൽകും. അവൻ നാശമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവൻ നരകത്തിൽ വെന്തെറിയുകയും ചെയ്യും. വിശദീകരിക്കുന്നില്ല. അപ്പം ഗ്രന്ഥം നൽകപ്പെടുന്ന സന്ദർഭം സൂറത്തുൽ ഹാഖയിൽ ഈ സന്ദർഭത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വലത് കൈകളിലാണ് ഗ്രന്ഥം ലഭ്യമായത് എങ്കിൽ അവൻ പറയും, സന്തോഷം കൊണ്ട് പറയും, ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ. എന്തൊരു സന്തോഷകരമായ മാനസിക അവസ്ഥയിലായിരിക്കും. ഈ ഗ്രന്ഥം ഒന്ന് വായിക്കാൻ വേണ്ടി, അത് നോക്കാൻ വേണ്ടി, ആ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി അവൻ അതിങ്ങനെ അടുത്തുള്ള ആളുകളോട് സംസാരിക്കുമെന്നാണ്. ഇങ്ങനെ ഒരു വിചാരണ, ചോദ്യം ഉണ്ടാകുമെന്ന് നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ അതിന് പണിയെടുത്തിരുന്നു, ഞാൻ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് ഈ രേഖ എന്ന് അവൻ പറയുകയും അടുത്തുള്ളവർക്ക് ആ രേഖ കൈമാറുകയും ചെയ്യുമെന്നാണ്. എന്നാലോ ഇടത് കൈയിലാണ് അവന് രേഖ ലഭ്യമായത് എങ്കിൽ അവൻ പറയും, എന്റെ നാശമേ, ഇങ്ങനെ ഒരു രേഖ ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഫലം അതിരി മൽഹിസാബിയ, വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതനി കാനത്തിൽ ഖാദിയ, ഇതോടുകൂടി ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഹലക അന്നി മാലിയ മഅഗ്ന അന്നി മാലിയ, എന്റെ പണം എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ സ്വാധീനം, എന്റെ പിന്തുണ, എന്റെ സപ്പോർട്ട്, ഇതും എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറയുമെന്നാണ്. ഇടത് കൈയിൽ കിട്ടിയാൽ. ഈ സന്ദർഭത്തിൽ ആയിഷ വലതു കൈയിലാണോ അറിയാൻ കഴിയൂ. ആ നിലക്ക് എല്ലാ ആളുകളും നരകം കാണും. ആ നരകത്തിന്റെ പാലം വഴി നടക്കുമെന്ന എല്ലാവരും നരകത്തിന്റെ സിറാത്ത് കാണും.
എന്നിട്ട് അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, സത്യവിശ്വാസികളായ ആളുകൾ ആ പാലം വഴി നടക്കുമ്പോൾ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവർ ദുനിയാവിൽ നിന്ന് നേരത്തെ ചെയ്ത പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്ന നിലക്ക് അവർ ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രകാശത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നൂറുഹും, ആ പ്രകാശം, യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, മുമ്പിലൂടെയും പിമ്പിലൂടെയും ഭാഗങ്ങളിലൂടെയും ഒക്കെ അവർക്ക് പ്രകാശം തരും. ആ പ്രകാശത്തിന്റെ പശ്ചാത്തലത്തിൽ കുതിര വേഗതയിലും പക്ഷി വേഗതയിലും കാറ്റ് വേഗതയിലും നക്ഷത്ര വേഗതയിലും പ്രകാശ വേഗതയിലും ഒക്കെ അവനവൻ ദുനിയാവിൽ നിന്ന് ചെയ്ത പ്രവർത്തനത്തിന്റെ റിസൾട്ട്, അതിന്റെ നിയ്യത്ത്, അതിന്റെ ആത്മാർത്ഥത അനുസരിച്ച് അവൻ ദ്രുതഗതിയിൽ ആ നരകത്തിന്റെ പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. ഇതാണ് വിശ്വാസികൾ. ഇനി അവിശ്വാസികളോ? അവിശ്വാസികൾക്ക് അവിടെ പ്രകാശമില്ല, വെളിച്ചമില്ല. അവർ ഇരുട്ടിൽ ഇങ്ങനെ തപ്പിത്തടയും. വിശ്വാസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് സുമ്മ നുനജ്ജിയല്ലദീന തഖൗ റബ്ബഹും, വിശ്വാസമുള്ള സൂക്ഷ്മതയുള്ള ദുനിയാവിൽ പണിയെടുത്ത ആളുകൾ, അവരെ ആ പാലം വഴി നാം രക്ഷപ്പെടുത്തും പ്രകാശത്തിലൂടെ. ശരി, എങ്കിൽ അവിശ്വാസികളോ? അവിശ്വാസികൾ ഇരുട്ടിൽ തപ്പും, പ്രയാസപ്പെടും, നൊമ്പരപ്പെടും, ആശങ്കപ്പെടും, കൺഫ്യൂഷൻ ആകും. ആലോചിച്ച് ആ സന്ദർഭത്തിൽ അവിശ്വാസികൾ ഇരുട്ടിൽ തപ്പുന്ന സന്ദർഭത്തിൽ വിശ്വാസികളോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളും കപടവിശ്വാസിനികളും പറയും ലില്ലദീന ആമനു, ആരോട്? പ്രകാശത്തിൽ നടക്കുന്ന വിശ്വാസികളോട്. എന്താ പറയാന്നറിയോ? ഉൻദറൂന, ഞങ്ങൾ ഒന്ന് നോക്കോ, ഒന്ന് പരിഗണിക്കോ, ശ്രദ്ധിക്കോ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾക്ക് ലഭ്യമായ ആ പ്രകാശം അല്പം ഞങ്ങൾക്കൊന്ന് തരുമോ? വല്ലാത്തൊരു യാചനയാണ്. നിങ്ങൾക്ക് ലഭ്യമായ ആ പ്രകാശം അല്പമൊന്ന് ഞങ്ങൾക്ക് തന്ന് സഹകരിക്കാമോ എന്ന് ചോദിക്കും വിശ്വാസികളോട്. ആര്? അവിശ്വാസികൾ. ആ സമയത്ത് വിശ്വാസികൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിറകിലേക്ക് മടങ്ങുക. നിങ്ങൾ മറ്റൊരു പ്രകാശത്തെ അന്വേഷിക്കുക. ഞങ്ങൾക്ക് റബ്ബ് തന്ന ഈ പ്രകാശം തൽക്കാലം നിങ്ങൾക്ക് തരാൻ മനസ്സില്ല. ഈ പ്രകാശമില്ലേ, ഈ വെളിച്ചമില്ലേ, ഈ വെളിച്ചം വെറുതെ ലഭിച്ചതല്ല. ഈ വെളിച്ചം ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പണിയെടുത്തിരുന്നു, ഖുർആൻ പഠിച്ചിരുന്നു, ഖുർആൻ പഠിപ്പിച്ചിരുന്നു, അതിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചിരുന്നു. ദുനിയാവിൽ ലഭ്യമായ ആയുസ്സും ആരോഗ്യവും സമ്പത്തും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി പണിയെടുത്തിരുന്നു പടച്ചവന്റെ മാർഗത്തിൽ. അതിന്റെ സമ്മാനമാണ് ഈ വെളിച്ചം. നിങ്ങളോ മടിയന്മാരായി, ചടയന്മാരായി, അലസന്മാരായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭ്യമായ ഈ അനുഗ്രഹമാകുന്ന വെളിച്ചം നിങ്ങൾക്ക് തരാൻ മനസ്സില്ല. നിങ്ങൾ പിറകോട്ട് പോവുക, അന്വേഷിക്കുക, മാറി നിൽക്കുക. ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അള്ളാഹു ആ ഇരുട്ടിൽ തപ്പുന്ന അവിശ്വാസികളെ നദറു, നാം ഉപേക്ഷിക്കും. അദ്ദാലിമീന, അക്രമം ചെയ്ത ആളുകളെ ഫീഹ, ആ നരകത്തിലേക്ക്. എങ്ങനെയാണ് ഞങ്ങൾ? ജിസിയ, മുട്ടുകുത്തുന്ന അവസ്ഥയിൽ നരകത്തിലേക്ക് അവിശ്വാസികളെ തള്ളി നീക്കുകയും ദ്രുതഗതിയിൽ വിശ്വാസികളെ ആ പാലം വഴി പടച്ചവൻ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ പാലം വഴി നടക്കുമ്പോഴേ പടച്ചോനെ ആ പാലം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ കഴിയുമോ, അതല്ല അതിനിടക്ക് വീണു പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ആയിഷ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഓർക്കാൻ കഴിയില്ല. വല്ലാത്തൊരു സന്ദേശമല്ലേ? 3 സന്ദർഭങ്ങൾ. ഒന്ന്, ഇൻദൽ മീസാൻ, പ്രവർത്തനങ്ങളെ തുലാസിൽ കൃത്യമായി അളന്നു തൂക്കുന്ന സന്ദർഭം. 2, ഇൻദ വദ്ഉൽ കിതാബ്, ഗ്രന്ഥങ്ങൾ ലഭ്യമാകുന്ന സന്ദർഭം. 3, ഇൻദ സിറാത്ത്, പാലം വഴി നടക്കുന്ന സന്ദർഭം. അവസാനത്തിലേക്ക് എത്തുമോ അതല്ല വീണു പോകുമോ എന്ന ആശങ്ക. ഈ 3 സന്ദർഭങ്ങളിലും പരലോകത്ത് വെച്ച് ആയിഷ
ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഓർത്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവസാനം പ്രവാചകൻ ആയിഷ ബീവിക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കുകയാണ്. ആയിഷ, ഈ 3 സന്ദർഭങ്ങളിൽ രക്ഷപ്പെടുക എന്നത് ഒരു വിശ്വാസിയുടെ താല്പര്യമായിരിക്കണം, അജണ്ടയായിരിക്കണം. ആ 3 സന്ദർഭങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ദുനിയാവിൽ നിന്ന് പണിയെടുക്കണം, അധ്വാനിക്കണം. അവിടെ രക്തബന്ധത്തിന്റെയോ കുടുംബബന്ധത്തിന്റെയോ ഭർത്താവ് എന്ന നിലക്കോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഓർക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ അതിനിർണായകമായ 3 സന്ദർഭങ്ങളിൽ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നന്നായി അധ്വാനിക്കണം, പണിയെടുക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് പ്രിയമുള്ളവരെ ഭാര്യ ആയിഷ ബീവിക്ക് പടച്ചവന്റെ പ്രവാചകൻ ആ ചൂടുള്ള സമയത്ത് നൽകുന്നത്. അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരികയാണ്, ഒരു ദുരന്തം വരിക, ഒരു പ്രയാസം വരിക, നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുടുംബത്തെയാണ്. നമ്മുടെ നാട്ടിലൊരു അപകടമുണ്ടായി, നമ്മൾ പുറത്താണ് കേൾക്കുന്നത്. ആദ്യം നമ്മൾ ഓർക്കുക, പടച്ചോനെ എൻ്റെ മക്കളുണ്ടോ, എൻ്റെ ഉമ്മ ഉണ്ടോ, ഒരു പ്രളയം വന്നു, പടച്ചോനെ എൻ്റെ വീടുണ്ടോ, എൻ്റെ നാട്ടുകാരുണ്ടോ. അപ്പൊ ആദ്യമായി ഒരു പ്രയാസം വന്നാൽ അറിഞ്ഞാൽ നാം ഓർക്കുക നമ്മുടെ കുടുംബത്തെയാണ്, മാതാപിതാക്കളെയാണ്, മക്കളെയാണ്. അത് അത്രയും അറ്റാച്ച്മെന്റിന്റെ, ആ ബന്ധത്തിന്റെ ആ ദൃഢതയാണത്. എങ്കിൽ ആയിഷ പരലോകത്ത് വെച്ച് അങ്ങനെ ഓർക്കാൻ കഴിയില്ല. ആ 3 ഘട്ടങ്ങളിലും രക്ഷപ്പെടണമെങ്കിൽ നന്നായി അധ്വാനിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയെ പഠിപ്പിക്കുന്നു. പടച്ച റഹ്മാനായ തമ്പുരാൻ ഈ 3 സന്ദർഭങ്ങളിൽ വിജയം വരിക്കാൻ: 1, നന്മയുടെ തുലാസ് കനം തൂങ്ങാൻ; 2, വലതു കൈയിൽ സന്തോഷത്തോടു കൂടി ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ. അല്ലേ, പരീക്ഷാ പേപ്പറിന് കിട്ടുമ്പോഴേ 50-ൽ 45, 46, 47 മാർക്കാണെങ്കിൽ വേഗം മക്കൾ വീട്ടിലേക്ക് ഓടി വരും. ഉമ്മ നോക്കി, നിങ്ങൾ പേപ്പർ 45 മാർക്ക്, 49 മാർക്ക്. ഭയങ്കര സന്തോഷമായിരിക്കും. അതിന്റെ ഒരു എക്സ്പ്രഷനും അതിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ അവന്റെ ഇതിൽ കാണാൻ പറ്റും. ഭയങ്കര ഊറ്റമായിരിക്കും, അല്ലേ? ആ ഊറ്റം ഉണ്ടാകും പ്രിയമുള്ളവരെ പരലോകത്തിൽ. അതാണ് വായിച്ചു നോക്കൂ ഗ്രന്ഥം എന്ന് പറയാൻ കാരണം. ഇനി മാർക്ക് കുറഞ്ഞാലോ, പരീക്ഷ പേപ്പർ കിട്ടിയ വിഷയം തന്നെ പേരൻസിനെ മക്കൾ അറിയിക്കൂല, നിർബന്ധിച്ച് വാങ്ങിയ ചോദിക്കാൻ കൊടുക്കൂല. എത്ര മാർക്ക്? 50-ൽ 10 മാർക്കാ, 15 മാർക്കാ. ആ ഒരു മ്ലാനത, ആ ഒരു പ്രയാസം അവന്റെ മുഖത്ത് ഇങ്ങനെ നിഴലിച്ചു കാണും. അതേപോലെ ആകെ പരിഭവത്തിന്റെ, പ്രയാസത്തിന്റെ ഒരു അനുഭൂതിയായിരിക്കും ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചാൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലതു കയ്യിൽ ഗ്രന്ഥം ലഭിക്കാൻ നമ്മൾ പടിയെടുക്കുക. 3, സിറാത്ത് എന്ന പാലത്തിലൂടെ പ്രകാശ വേഗതയിൽ സ്വർഗത്തിൽ എത്താൻ വേണ്ടിയുള്ള അധ്വാനം. ഈ 3 വിഷയങ്ങളിലും സജീവമായ ശ്രദ്ധ വേണമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ഘട്ടങ്ങളിലും വിജയം വരിച്ച് സ്വർഗത്തിലേക്ക് പ്രകാശ വേഗതയിൽ എത്താൻ കഴിയുന്ന ഭാഗ്യവാന്മാരായ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അനുസരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. റബ്ബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വഫുകൾ ഒന്നും കൂടെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഒരുപാട് ഒഴിവുകൾ മുമ്പിലൊക്കെ അടക്കം കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് 2 ആളുകൾ വന്നു. 2 ആളുകൾക്ക് മുന്നിലിരിക്കാൻ ഗ്യാപ്പുണ്ട്. ഒന്നാമത്തെ ആള് ഓടി മുന്നിൽ വന്നു. രണ്ടാമത്തെ ആൾ ഇങ്ങനെ നോക്കിയിട്ട് ബാക്കിലും ഇരുന്നു, പിറകിലും ഇരുന്നു. ഇങ്ങനല്ലേ, പിറകിലിരുന്നാലും ഗുണം വേഗം കഴിഞ്ഞാൽ പോകാലോ, ഓടാലോ, അതിനൊക്കെ നമുക്ക് ചിന്ത ഉണ്ടാവും. അപ്പോൾ റസൂൽ പറഞ്ഞു, ഒന്നാമത്തെ ആള് അള്ളാഹുവിനോട് അടുത്തു, അള്ളാഹ് അവനോടും അടുത്തു. രണ്ടാമത്തെ ആള് അള്ളാഹിനോട് അകന്നു, അള്ളാഹ് അവനോടും അകന്നു. ഇസ്ലാമിക സദസ്സ് നമ്മളിങ്ങനെ ആ ഗ്യാപ്പൊക്കെ ഒന്ന് പൂർത്തിയാക്കി നിങ്ങൾക്ക് കയറുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സ് എന്ന നിലക്ക് പിന്നെ ഈ ജുമുഅക്ക് ഖത്തീബ് മിമ്പറിൽ കയറി
ഇറങ്ങുന്നതിനിടയ്ക്ക് ഒരു സമയമുണ്ട് എന്നാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സ് എന്തെങ്കിലും റബ്ബുമായി ആശയങ്ങളോ ആവലാതികളോ ആവശ്യങ്ങളോ പങ്കുവെച്ചാൽ ആ റബ്ബ് അതിന് ഉത്തരം നൽകുമെന്നാണ്. അപ്പം അതിനെന്ത് വേണം? A to Z വരെ ഖുതുബ ശ്രദ്ധിക്കണം. അപ്പോൾ ചാരിയിരുന്നാൽ ഉറങ്ങിയാൽ നമുക്ക് ആ സമയം മിസ്സാകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് ഇപ്പം ഒന്നും കൂടെ ക്ലിയർ ആക്കിയ സന്തോഷം. നിലക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് മലക്കുകളുടെ സാന്നിധ്യം ഉള്ള ഈ ഒരു സദസ്സ് പടച്ച റബ്ബ് പ്രാർത്ഥന കേൾക്കാൻ പറ്റാവുന്ന രീതിയിൽ ആക്കി മാറ്റാൻ വേണ്ടിയാണ് റസൂൽ അങ്ങനെ പറയാറുള്ളത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പടച്ചവനോട് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥന, അതിന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മഴ തുടങ്ങി. മഴയുടെ പ്രതിഫലനങ്ങൾ, ഭൂമിയുടെ പച്ചപ്പൊക്കെ നമ്മൾ അറിയാനും കാണാനും തുടങ്ങി. മഴ എന്നത് അനുഗ്രഹം തന്നെയാണ്. പക്ഷെ അനുഗ്രഹമാകുന്ന മഴ ചിലപ്പോഴൊക്കെ പരീക്ഷണമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രാർത്ഥന മനസ്സോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കരുതലും പ്രാർത്ഥനയും ജാഗ്രതയും അനിവാര്യമായ സന്ദർഭമാണ്. ആരോഗ്യ വകുപ്പിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ തന്നെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മഴ പ്രതികൂലമാവാതിരിക്കാനും ഒക്കെയുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് വേണം. മഴ എന്നത് നന്ദി കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പക്ഷേ മഴക്കാലത്ത് പലപ്പോഴും നന്ദികേടിൻ്റെ ചില സൂചനകൾ നമ്മുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. നല്ല മഴ പെയ്യുമ്പോൾ നമ്മൾ ചില ആളുകൾ മഴയെ ശപിക്കും. എന്തൊരു കഷ്ടകാലം, ഭയങ്കര മഴ, യാത്രയും മുടങ്ങി, അങ്ങനെ നമ്മൾ മഴയെയും കാലാവസ്ഥയെയും കുറ്റപ്പെടുത്താറുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ലാ തസുബ്ബു ദഹറ, നിങ്ങൾ ഒരിക്കലും കാലത്തെ കുറ്റപ്പെടുത്തരുത്. ഇന്നമാ അന ദഹർ, ഞാനാണ് കാലമെന്ന്. അതുകൊണ്ട് ഒരിക്കലും മഴയെ, കാലാവസ്ഥയെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ്, നന്ദികേടിന്റെ മനസ്സ് നമുക്കുണ്ടാവരുത് എന്നതാണ് ഞാൻ നിങ്ങളും ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി. രണ്ടെന്താ അറിയോ? പ്രകൃതി തണുത്തു. ആ ഭൂമിയുടെ തണുപ്പ് നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. മനസ്സിലായിണ്ടാവില്ല. ഒന്നും കൂടി പറഞ്ഞാൽ, മഴ കാരണമായി നല്ല പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനോ അതിൽ വീഴ്ച സംഭവിക്കാനോ പാടില്ല. ഉദാഹരണം, സാധാരണ പള്ളിയിലേക്ക് സുബഹിക്ക് വരുന്ന ഒരു വ്യക്തി, എന്താ താങ്കൾ കാണുന്നില്ലല്ലോ, എന്തേ പ്രശ്നം? അതെ, ഭയങ്കര മഴ കാരണം അവന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. പാടില്ല. എന്താണ് ആ പ്രോഗ്രാം, ആ മീറ്റിംഗ്, ആ ഖുർആൻ ക്ലാസ്സിന് എന്തേ നീ ഫാമിലി സൈഡ് വരാറുണ്ടല്ലോ, എന്തേ വരാതിരുന്ന്? അതെ, ഇറങ്ങാൻ സമയത്ത് നല്ല മഴ. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രതികൂലമായ സമയത്ത് നിർത്തി വെക്കരുത് എന്നൊന്നുമല്ല. സാധാ മഴ നമ്മുടെ മനസ്സിന് തണുപ്പും ആലസ്യവും അലസതയും പ്രദാനം ചെയ്യാൻ പാടില്ല. എന്തേ കാരണം എന്നറിയോ? മഴ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിഷ്ക്രിയത്വമല്ല, അലസതയല്ല, മറിച്ച് മഴ നമ്മെ ബോധ്യപ്പെടുന്നത് നമ്മൾ സജീവതയാണ്, ക്രിയേറ്റിവിറ്റിയാണ്, പ്രവർത്തനക്ഷമതയാണ്, പരലോകമാണ്, ആഖിറത്തിനെ കുറിച്ചാണ് മഴ എന്ന പ്രതിഭാസം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ ഹജ്ജിലെ 5 മുതൽ 7 വരെയുള്ള വചനം സമയം കിട്ടിയാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളൊന്ന് ഓതി നോക്കുക. പറ്റുകിന്ന് അത് അർത്ഥം നോക്കുക. എന്താ ഉള്ളത് അതില്? ഹജ്ജില് യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾക്ക് പുനർജന്മത്തെ കുറിച്ച് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة. വിശദീകരിക്കുന്നില്ല. നാം നിങ്ങളെ പടച്ചത് മണ്ണിൽ നിന്നാണ്, പിന്നെയോ ബീജത്തിൽ നിന്നാണ്, പിന്നെയോ ഭ്രൂണത്തിൽ നിന്നാണ്, പിന്നെയോ രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നാണ്. എന്നിട്ട് ഇങ്ങനെ വിശദീകരിക്കുക. എന്നിട്ട് അത് പറയുന്നു,
പിന്നെ നാം നിങ്ങളെ ഗർഭാശയത്തിൽ സൈഫാക്കി സംവിധാനിക്കുന്നു, പിന്നെ നിങ്ങൾ അതിൽ നിന്ന് രൂപം പ്രാപിക്കുന്നു, പിന്നെ നിങ്ങൾ ഉമ്മയുടെ വയറ്റിൽ ഗർഭാശയത്തിൽ നിങ്ങൾ പുറത്തു വരുന്നു, പിന്നെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു. പിന്നെ നിങ്ങൾ പ്രായപൂർത്തി എത്തുന്നു, ചില ആളുകൾ ഒരുപാട് പ്രായം വരെ ജീവിക്കുന്നു, പിന്നെ നിങ്ങൾ മരിക്കുന്നു. എന്നിട്ട് വളരെ ചിന്തനീയമായ പരാമർശ, ആ തുടക്കം മുതൽ നമ്മുടെ മരണം വരെയുള്ള ആ ഒരു നാളുവഴി ഹിസ്റ്ററി റബ്ബ് വിശദീകരിക്കുന്നു. എന്നിട്ട് പടച്ച റബ്ബ് നമ്മുടെ മനസ്സിനെ തട്ടുന്ന ഒരു റിയാലിറ്റിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ റബ്ബ് നയിക്കുകയാണ്. അതാണോ ഭൂമിയെ നീ ഉണങ്ങി വരേണ്ടതായി നീ കാണുന്നു. ആ ഉണങ്ങിയ ഭൂമിയിൽ നാം മഴ വർഷിപ്പിക്കുന്നു. അപ്പോഴോ ആ ഉണങ്ങിയ ഭൂമിയിൽ നാം മഴ വർഷിപ്പിക്കുമ്പോൾ ആ ഭൂമി ഇളകുന്നു, അത് വികസിക്കുന്നു. കൗതുകമുള്ള സസ്യലതാദികളെ ഭൂമി ഉണ്ടാക്കുന്നു. നോക്കള്, മനുഷ്യന്റെ ജന്മം തുടക്കം മുതൽ ഒടുക്കം വരെ പരാമർശിച്ചു. എന്ന് അല്ലാഹ് പറയുന്നു, നിങ്ങൾ ഭൂമിയെ കണ്ടോ, ഉണങ്ങിയ ഭൂമി, മഴ ലഭിക്കുന്നു, എന്നിട്ട് ഭൂമി പച്ചപ്പ് സ്വീകരിക്കുന്നു, സസ്യങ്ങൾ മുളക്കുന്നു, അത്ഭുതമുണ്ടാക്കുന്നു. എന്നിട്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയാം? അല്ലാഹു റബ്ബ് പറയാം, ഈ ഒരു പ്രോസസ് ഇല്ലേ, ഇത് പഠിക്കുമ്പോൾ നീ അറിയണം എന്താ? 5 കാര്യങ്ങൾ അറിയണം. അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. തീർന്നില്ല, 3 കാര്യങ്ങളുള്ളൂ, 5 കാര്യം. അന്ത്യദിനം എന്നത് അനിവാര്യമാണ്, നിർബന്ധമാണ്, അതുണ്ടാകും. നിങ്ങൾ മഴ മൂലം നമസ്കാരം ഒഴിവാക്കി, ജമാഅത്ത് ഒഴിവാക്കി, പ്രോഗ്രാം ഒഴിവാക്കി, തണുത്തു, അലസത, പൈശാചികത എങ്കിൽ റബ്ബ് പഠിപ്പിക്കുന്നു, ഈ മഴ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്തെയാണ്. അല്ലാഹ് ഉണ്ട്, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും, അവനെല്ലാം കഴിയും. തീർന്നില്ല, അന്ത്യദിനമുണ്ട്. 4 അവസാനം പറയാ, ഖബറുകളിലുള്ള ആളുകളെ റബ്ബ് എഴുന്നേൽപ്പിക്കും എന്നതിന് വലിയ തെളിവാണ് മഴ. ഉണങ്ങി വരണ്ട ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നു എങ്കിൽ, എന്നോ മരണപ്പെട്ടു പോയ എല്ലായി മാറിയ അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന വ്യക്തികൾക്ക് ഒരു പുനർജന്മം ഉണ്ടാകും. ഉണങ്ങിയ ഭൂമിയിൽ നിന്ന് പച്ചപ്പ് കാണുന്ന പോലെ ഭൂമിയിൽ നിന്ന് ഒരു കാലത്ത് മരിച്ചുപോയ ആളുകൾ ഉയർത്തെഴുന്നേൽക്കും എന്നതിന് വലിയ ബുദ്ധിപരമായ, ഇന്റലക്ച്വലായ ഒരു പ്രൂഫാണ്, തെളിവാണ് മഴ എന്ന് റബ്ബ് പഠിപ്പിക്കുക. ഖബറിലുള്ള ആളുകളെ റബ്ബ് എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് ഇന്ന് പുതിയ തലമുറ ചോദ്യം ചെയ്യുന്നു, ആരെ? റബ്ബിനെ, മതത്തെ, ദീനിനെ, കുടുംബ ബന്ധങ്ങളെ, പരലോകത്തെ, ഖബറിനെ, വിചാരണയെ കൊഞ്ഞനം കുത്തുന്നു, ചൂണ്ടിക്കാട്ടി എതിർക്കുന്നു, വൈമനസ്യം കാണിക്കുന്നു തലമുറ. എങ്കിൽ പുതിയ തലമുറയോട് പറയേണ്ടത്, മഴ എന്ന പ്രതിഭാസം ബോധ്യപ്പെടുത്തുന്നത് പരലോകത്തെയാണ്, പുനർജന്മത്തെയാണ്, വിചാരണയെയാണ് എന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ഈ ആശയം, ഈ ആയത്ത് നമുക്ക് പ്രിയമുള്ളവരെ നിമിത്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് മഴ സജീവമായ പ്രവർത്തനത്തിലേക്ക്, നമ്മുടെ ജിഹാദും നവോത്ഥാന പ്രവർത്തനങ്ങളും ഇസ്ലാമും ഒക്കെ അതിശീഘ്രമായി തുടർന്നുകൊണ്ട് പോകണം എന്നതാണ് മഴ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് കാലാവസ്ഥയെ അനുകൂലമായി ഉപയോഗപ്പെടുത്തി പടച്ചവന്റെ മാർഗത്തിൽ നന്നായി പണിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാർ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ മാസവും നമ്മൾ കേന്ദ്ര പള്ളി ഫണ്ടിലേക്ക് ധനം സമാഹരിക്കാറുണ്ട്. ഇന്ന് ആ ദിവസമാണ്. പരമാവധി ആളുകൾക്ക് തന്നെ സാമ്പത്തികമായി അതിലേക്ക് സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി ബോധത്തോടു കൂടി പടച്ചവന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, പരലോകത്ത്
അതിനിർണായകമായ 3 സന്ദർഭങ്ങളിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്താൻ കഴിയുന്ന അതിഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും കുടുംബത്തെയും കുടുംബസമേതം ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന തമ്പുരാനെ. പടച്ചവന് ദുരന്തത്തിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമെന്ന തമ്പുരാനെ. ഇന്നലെ ഗുജറാത്തിൽ വിമാന ദുരന്തമുണ്ടായി. അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമെന്ന് തമ്പുരാനെ. ഹജ്ജ് കഴിഞ്ഞ് സഹോദരന്മാർ മടങ്ങി വരാനിരിക്കുകയാണ്. ഇത്തവണ അപകടങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ വളരെ സമാധാനത്തോടുകൂടി ഹജ്ജ് നിർവഹിക്കാൻ സാധ്യമായി മുൻ വർഷത്തെക്കാളും. അള്ളാഹു ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ അതിനുവേണ്ടി പണിയെടുത്ത വളണ്ടിയേഴ്സ്, ഖിദ്മത്ത് ചെയ്ത ആളുകൾ, സർക്കാർ, സൗദി സർക്കാർ, എല്ലാവർക്കും റബ്ബ് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകൾക്ക് ആരോഗ്യത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചെത്തി നമുക്ക് ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും ഇസ്ലാഹിൻ്റെയും ഒക്കെ പുതിയ വെളിച്ചം പകർന്ന് മുന്നോട്ട് പോകുവാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة